നിഷാബീസ് പിഒയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ അപ്സൈക്ലിംഗ് ആണ്. ആദ്യത്തെ ഫോട്ടോയിൽ കണ്ടതാണ് ഈ ശരിക്കുള്ള സെറ്റായിരുന്നത്. പക്ഷേ കുറേ നാളത്തെ ഉപയോഗം കാരണവും ഒക്കെ അത് കേട് വന്നു. അപ്പോൾ ഈ ടോപ്പാണ് നമ്മളെ റെഫറൻസ് ടോപ്പ്. അപ്പോൾ ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുവരെയുള്ളത് എല്ലാ അപ്സൈക്ലിംഗ് വീഡിയോസ് നമ്മൾ ചാനലിൽ ഇട്ടാലും അമ്മയാണ് ഇതൊക്കെ ചെയ്ത് തരാറുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഒറ്റയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒന്നാമത് ഇതിൽ തയ്ക്കാൻ ഒരുപാടില്ല. പഴയൊരു ടോപ്പിനെ ഏകദേശം അതിൻ്റെ രൂപമൊക്കെ നിലനിർത്തി നമ്മൾ പുതിയൊരു ടോപ്പാക്കി മാറ്റാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൈയും അതേപോലെ ടോപ്പിൻ്റെ സൈഡിൽ സ്ലിറ്റും ഒക്കെ ഇത്തിരി കീറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി ഇറക്കം കുറഞ്ഞ ടോപ്പാക്കുക, അതേപോലെ സ്ലീവ് ഒന്ന് മാറ്റി പിടിക്കുക എന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ ഞാൻ തന്നെയാണ് കട്ട് ചെയ്തത്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. എനിക്കറിയാവുന്നതുപോലെ ചെയ്ത് നോക്കാം. കാരണം ഒന്നാമത്തേത് പഴയ ടോപ്പാണല്ലോ, നമ്മൾ പുതിയ സാധനമാണെങ്കിൽ കുറച്ചും കൂടി പേടിക്കേണ്ടതുണ്ടെന്നറിയാം. അപ്പോൾ ഇതാകുമ്പോൾ അത്ര പേടിക്കാനുമില്ല. പിന്നെ ഒന്ന് പരിശ്രമിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്ത് നോക്കണം നല്ലതാണല്ലോ. അപ്പോൾ അടിഭാഗം വെട്ടി വന്നപ്പോൾ നമ്മൾ റെഫറൻസ് ടോപ്പിൻ്റെ അത്ര ഇറക്കം ഉണ്ടായില്ല. കാരണം അതിന് മുന്നേ തന്നെ ഇത്തിരി കീറിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൈ ഇട്ടിരുന്ന റെഫറൻസ് ടോപ്പിൻ്റെത് ഒരു മെഗാ സ്ലീവൊക്കെ പോലെയാണ് സ്ലീവ്. അപ്പോൾ ഏകദേശം അതേപോലെ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചത്. കാരണം മുട്ടിൻ്റെ അവിടെയാണ് കീറിയിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ ആയി വരുന്നത് നമുക്ക് കാണാം. പിന്നെ ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ടോപ്പ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഒന്നാമത്തെ ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഏകദേശം എല്ലാ ടൈമിലും ബ്ലൂവിൽ എന്തെങ്കിലും ഒരു ടോപ്പ് ഉണ്ടായിട്ടുണ്ടാവും. അതിലും ഇത് വളരെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇത് ഒന്നാമത്തെ വാങ്ങിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ കാല് ഇത് ബോട്ടം അത്ര പാകമായിരുന്നില്ല. അത് അപ്പം തന്നെ ഓൾട്ടർ ചെയ്യേണ്ടി വന്നു. പിന്നെ ഒരു ആക്സിഡൻറ്റിൽ പെട്ടപ്പോൾ ഇതിൻ്റെ മുൻഭാഗത്ത് കുറച്ച് കീറിയൊക്കെ പോയി. കാല് തീരെ ഉപയോഗിക്കാൻ പറ്റണ്ടായിരുന്നു. ടോപ്പ് നമ്മൾ കുറച്ചും കൂടി പാച്ച് വർക്കൊക്കെ ചെയ്ത് അമ്മയുടെ കൈയും കാലും പിടിച്ചിട്ട് അതിന് മുൻഭാഗത്ത് തുണിയൊക്കെ വെച്ച് അടിച്ചിട്ടായിരുന്നു ഇട്ടുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനി കുറച്ച് നാളും കൂടി അതിൻ്റെ ലൈഫൊന്ന് നീട്ടി കിട്ടിയാൽ എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ള സാധനം നമുക്ക് കളയാൻ ഭയങ്കര മടിയായിരിക്കുമല്ലോ. ആ രീതിക്കാണ് ഇത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് പിന്നെ അടിയിൽ ഞാൻ പറഞ്ഞില്ലേ, വെട്ടി വന്നപ്പോൾ ഇറക്കം കുറവായതുകൊണ്ട് ഇതിൻ്റെ തന്നെ ബാക്കിലത്തെ പീസ് നമ്മൾ മുറിച്ചെടുത്ത പീസ് വെച്ചിട്ട് ഇത്തിരി നീളം വെപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെട്ടണമൊന്നും സ്ട്രെയിറ്റ് ആവില്ല കേട്ടോ, അത്ര പ്രതീക്ഷകളൊന്നും എനിക്കില്ല. ഏകദേശം അതിനൊന്ന് ഷേപ്പിലായി വരാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു യൂട്യൂബ് ചാനലുണ്ടോ, അതിൽ കുറച്ചും കൂടി ചെറിയൊരു കുട്ടിയാണ്. കുട്ടി ചെയ്യണപ്പോഴാണ് ഇൻസ്പിറേഷൻ ആയത്. അപ്പോൾ ഇത് വെട്ടുമ്പോൾ ഒറിജിനലി പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കൈ കൊണ്ട് തന്നെ തയ്ക്കാനായിരുന്നു. അതിൽ ആ കുട്ടി അങ്ങനെ തയ്ച്ചാണ് കാണുന്നത്. പക്ഷെ ആൾ നല്ല പുതിയ സാധനങ്ങളൊക്കെയാണ് ചെയ്യണേ. നമ്മൾക്ക് അത്രയ്ക്കുള്ള കോൺഫിഡൻസ് ആയിട്ടില്ല. അപ്പോൾ ഇത് ഇറക്കമൊക്കെ ശരിയാക്കി നോക്കുകയാണ് രണ്ടാമത്തെ പീസ് വെട്ടി വെച്ച ശേഷം. അപ്പോൾ എനിക്ക് ഇങ്ങനെ നമ്മളവിടെ വെട്ടാൻ ഒരു മേശയായിട്ടൊന്നും ഇല്ല. താഴ്ത്തിട്ട് വെട്ടി തയ്ക്കാൻ വേണ്ടി അമ്മയുടെ അടുത്തേക്ക് പോവുക ചെയ്തത്. ഇത് അമ്മയുടെ പഴയ മെഷീനാണ്. അപ്പോൾ ഇത് കാലുകൊണ്ട് തയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അമ്മ മോട്ടറൊക്കെ വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാ അതിൻ്റെ കരണ്ട് പൊടി കളയണേ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതിൽ മുഴുവൻ അടിക്കണത് ഞാൻ വീഡിയോയിൽ ചേർത്തിട്ടില്ല കേട്ടോ. കാരണം കുറച്ചായി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ടായി. എന്താണെന്ന് വെച്ചാൽ നൂല് പൊട്ടി പോവായിരുന്നു. മെഷീൻ കുറച്ച് പഴയതായതുകൊണ്ടാണോ അതോ ഇനി നൂലിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ അത് മുഴുവനും ഇതായി നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അതേപോലെ എനിക്ക് തയ്ക്കാനും വലിയ വശമൊന്നുമില്ല കേട്ടോ. നേരെ അടിക്കാൻ അറിയാം എന്നുള്ളതല്ലാണ്ട് എന്താ പറയുക, കൂട്ടി അടിക്കാൻ അറിയാം. അപ്പം അതൊക്കെ നമ്മൾ ഈ മറ്റേ പണ്ട് ഈ തുണികളകത്ത് ഉൾത്തൈലിടുക എന്ന് പറയും. നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ കൊണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് പഠിച്ചതാണെന്നല്ലാണ്ട് ഒഫീഷ്യലി തയ്ക്കാനൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ കൈ കൊണ്ട് തയ്ക്കേണ്ട വേണ്ടാന്ന് വെച്ച് മെഷീനിൽ തയ്ക്കേണ്ടതെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഫിനിഷിങ് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ കാലുകൊണ്ട് എന്താ പറയുക കഷ്ടപ്പെട്ട് തയ്ക്കണതാണ് ഞാൻ കാണുന്നത്. പിന്നെ അത് പോരാത്തതിന് ഞാൻ പറഞ്ഞ പോലെ ബ്ലൂ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഇട്ടിരിക്കുന്ന ടോപ്പും ബ്ലൂ തന്നെയാണ്. ഇതും അമ്മ തയ്ച്ചത് തന്നെയാണ്. പക്ഷേ ഇത് ഇതേപോലെ തന്നെ ഇതിൻ്റെ സ്ലീവിന് ഇത്തിരി പണി ഇട്ടിട്ട് ഇത് ആദ്യം റീഡു ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ടോപ്പും എനിക്ക് വളരെ ഇഷ്ടമാണ് ഇട്ടിരിക്കുന്നത്. കാരണം എന്താ പറയുക, ഒരു ഫ്ലോറൽ പ്രിൻ്റൊക്കെ വരുമ്പോൾ രണ്ടിലും അതെ, പക്ഷേ ഇത് രണ്ട് മെറ്റീരിയലും എന്താ പറയുക, രണ്ട് ഡിസൈനും ഒക്കെയാണ്. എന്നാലും എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ഇങ്ങനെ ബ്ലൂ കളറിനോട് നല്ല ഇഷ്ടമുണ്ടെന്ന് കേട്ടോ. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ടോപ്പ് നമ്മളിത് ചെയ്യണത് അങ്ങനത്തെ പ്രിൻറ്റ് കുറേ പേർക്ക് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ പല വേർഷൻ പലരുടെയിലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പം ഞാൻ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇങ്ങനത്തെയൊക്കെ ഒരു പ്രിൻറ്റിനോട് എന്താ പറയുക നല്ല ഒരു ഇഷ്ടമുണ്ടെന്നാണ്. പിന്നെ ഇതിലൊരു ഗുണം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഈ ചുരിദാറിൻ്റെ തന്നെ ബാക്ക് സൈഡ് കീറാത്ത സൈഡിൽ നിന്നാണല്ലോ നമ്മൾ മുറിച്ചിട്ട് അടിക്കണത്. അപ്പോൾ അതിലൊരു ഭാഗം മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും കൂടി നമുക്ക് പണി ലാഭമായി. അപ്പോൾ ഒരു ഭാഗം മാത്രം അടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോയിൽ